സൗരോർജ്ജ കരാറിൽ കൈക്കൂലി നൽകിയെന്ന ആരോപണത്തിൽ ഇന്ത്യയിലെ പ്രമുഖ വ്യവസായിയായ അദാനിയെ പൂട്ടാനാണ് US ശ്രമിക്കുന്നത്. അതിന്റെ ചുവട് പിടിച്ച് പല രാഷ്ട്രങ്ങളും അദാനിക്കെതിരെ നിലപാടറിയിച്ചപ്പോൾ മിഡിൽ ഈസ്റ്റിലെ ജൂതരാഷ്ട്രം അദാനിയെ ചേർത്ത് നിർത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അദാനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജൂതരാഷ്ട്രമായ ഇസ്രയേൽ. സൗരോർജ്ജ കരാറിന് കൈക്കൂലി നൽകിയെന്ന ആരോപണത്തിൽ അദാനി ഗ്രൂപ്പിനെതിരെ US അഴിമതിക്കുറ്റം ചുമത്തിയതിനെ തുടർന്ന് വീണ്ടും അദാനിയും കമ്പനികളും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നുവല്ലോ. പലരും അദാനിയെ തഴഞ്ഞപ്പോൾ അദാനിയെ ചേർത്ത് നിർത്തുന്ന ഇസ്രയേൽ ഈ ചിത്രത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായി മാറുകയായിരുന്നു. നമുക്കറിയാവുന്ന ഒരു കാര്യമാണല്ലോ, അദാനിക്കെതിരെയുള്ള കേസ് US കോടതി പരിഗണിക്കാൻ തുടങ്ങിയെന്ന വാർത്ത പുറത്തു വന്നതോടെ തന്നെ പല രാജ്യങ്ങളും അദാനിക്കെതിരെയാണ് നിലപാടെടുത്തിട്ടുള്ളത്. പല ഭീമന്മാരും അദാനിയുടെ കമ്പനികളിൽ നിക്ഷേപിക്കില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനൊരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ് കെനിയ. കെനിയയുടെ പാർലമെന്റ് അദാനിയുടെ കൂടെ ചേർന്ന് നടത്താൻ തീരുമാനിച്ച പല പ്രൊജക്ടുകളും വേണ്ടെന്ന് വെക്കുന്നു എന്നായിരുന്നു പ്രഖ്യാപിച്ചത്. അതുപോലെ തന്നെ ഫ്രാൻസിലെ കമ്പനിയായ ടോട്ടൽ എനർജീസും അദാനി ഗ്രൂപ്പിൽ നിക്ഷേപം അവസാനിപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. തീർന്നിട്ടില്ല, ഇന്ത്യയുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിലും ഇതിന്റെ അലയൊലികൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ബംഗ്ലാദേശിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ കോടിക്കണക്കിന് ഇൻവെസ്റ്റ്മെന്റ് ആണ് അദാനി ഗ്രൂപ്പ് അവിടെ നടത്തിയിട്ടുള്ളത്. എന്നാൽ ഇതേ ബംഗ്ലാദേശിലെ കോടതി അദാനിയുടെ ഊർജ്ജ വിതരണത്തിൽ അന്വേഷണം നടത്തണമെന്ന് ഉത്തരവിട്ടിരിക്കുകയാണ്. അതായത് എന്തെങ്കിലും തിരിമറികൾ അദാനി നടത്തിയിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് ബംഗ്ലാദേശ് ഉറച്ചു വിശ്വസിക്കുന്നത്. മറ്റ് പല രാജ്യങ്ങളും ഈ വിഷയത്തോടെ അദാനി പ്രൊജക്റ്റിൽ പുനർചിന്തനം നടത്തണമെന്ന ആവശ്യവും ഉന്നയിക്കുകയും ചെയ്തു കഴിഞ്ഞു. ആഗോളതലത്തിൽ അദാനിക്ക് മേൽ സമ്മർദ്ദം വരാൻ ഇത്രയും കാരണങ്ങൾ ധാരാളമാണല്ലോ. ഈ സമയത്താണ് മറ്റ് രാജ്യങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായി അദാനിയുമായി ഞങ്ങൾക്ക് യാതൊരു വിഷയവുമില്ല എന്ന പ്രഖ്യാപനം ഇസ്രയേൽ നടത്തുന്നത്. ഇസ്രയേലിന്റെ ഹൈഫ പോർട്ട് നിലവിൽ അദാനിയുടെ കൈവശമാണുള്ളത്. ഇതുകൊണ്ട് തന്നെയാണ് മറ്റ് രാജ്യങ്ങളെ പോലെ അദാനിക്കെതിരെ ശബ്ദിക്കാൻ ഇസ്രയേൽ ശ്രമിക്കാതിരുന്നതും. ഭാവിയിലും അദാനിയുമായി സഹകരിച്ചു പോകാൻ തന്നെയാണ് ഇസ്രയേലിന്റെ തീരുമാനമെന്നാണ് ഇസ്രയേൽ ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുള്ളത്. ഹൈഫർ പോർട്ടിലെ 70% ഓഹരികളും അദാനിയുടെ കൈവശമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ അത്ര എളുപ്പത്തിൽ അദാനിയെ ഒറ്റയടിക്ക് തള്ളിക്കളയാൻ ഇസ്രയേലിന് സാധിക്കുമായിരുന്നില്ല. ഇപ്പോഴത്തെ ഇസ്രയേലിന്റെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. ഇസ്രയേൽ പൂർണ്ണമായും ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് യുദ്ധത്തിലാണ്. ലെബനനിൽ വെടിനിർത്തൽ കരാറിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇറാനുമായിട്ടുള്ള യുദ്ധം കടുപ്പിക്കാനാണ് ഇസ്രയേൽ നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. യുദ്ധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രാജ്യത്തിനെ സംബന്ധിച്ച് പണത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല, അല്ലേ? മാത്രവുമല്ല, ഇന്ത്യയും ഇസ്രയേലും സംയുക്തമായി ചെയ്യുന്ന വലിയൊരു കാര്യം കൂടിയാണ് ഹൈഫ പോർട്ടിലെ ഈ വ്യാപാരം. ഇതെല്ലാം നടക്കണമെങ്കിൽ അദാനി കനിയണം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ ബന്ധം പോലും ഇതിലൂടെയാണ് നടന്നു പോകുന്നത്. ഇന്ത്യയിൽ നിന്ന് വൻതോതിൽ മിലിറ്ററി ഉൽപ്പന്നങ്ങൾ ഈ സമയത്ത് ഇസ്രയേലിലേക്ക് എത്തുന്നുണ്ട്. ആ ബന്ധം വഷളാക്കാൻ ഒരിക്കലും ഇസ്രയേൽ തയ്യാറാവുകയില്ല. മാത്രവുമല്ല, അദാനിയുടെ കമ്പനി $10 ബില്യൺ സെമി കണ്ടക്ടർ നിർമ്മാണ പ്രൊജക്റ്റിൽ ഇസ്രയേലുമായി സഹകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ഇസ്രയേലിന് മറ്റെന്തെങ്കിലും ചിന്തിക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല, അല്ലേ? ഇനി മറ്റൊരു കാര്യം കൂടി ഇവിടെ ചേർത്ത് വെക്കേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇതുവരെ ഇന്ത്യയോട് ഔദ്യോഗികമായി അദാനിയെ വിട്ടുകിട്ടണമെന്ന ആവശ്യം US ഉന്നയിച്ചിട്ടില്ല എന്ന കാര്യം. എന്തുകൊണ്ടായിരിക്കും ഒരു ഇന്ത്യക്കാരനായ അദാനിക്കെതിരെ ഉന്നയിക്കപ്പെടുന്ന ഈ ആരോപണങ്ങളിൽ ഇന്ത്യ പ്രതികരിക്കാതെ ഇരിക്കുന്നത് എന്നൊരു സംശയം തോന്നാം, അല്ലേ? അതിൻ്റെ ഉത്തരമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. കാരണം ഇത് കേവലം ഒരു നിയമക്കുരുക്ക് മാത്രമാണ് എന്നതാണ്. ഒരു സ്വകാര്യ കമ്പനിയും US ഗവൺമെൻറ്റും തമ്മിലുള്ള പ്രശ്നം മാത്രമാണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇന്ത്യ ഗവൺമെൻറ് ഇടപെടേണ്ട ആവശ്യമേ ഉദിക്കുന്നില്ല. ലോകത്തിലെ നിരവധി രാജ്യങ്ങളിൽ നിലവിൽ അദാനിക്ക് ബിസിനസ് ഉണ്ടല്ലോ. ഏഷ്യൻ രാജ്യങ്ങൾക്ക് പുറമെ ആഫ്രിക്കയിലും ഓസ്ട്രേലിയയിലും അദ്ദേഹത്തിന് ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. ഇവിടെയൊക്കെ കോടികളാണ് അദാനി ഗ്രൂപ്പ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദാനിയെ നിരോധിക്കാൻ ഈ രാജ്യങ്ങൾ ശ്രദ്ധിക്കുമെന്ന് തോന്നുന്നില്ല. ഇസ്രയേലിന് പുറമെ ജാപ്പനീസ് കമ്പനികളും അദാനിയെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഇസ്രയേലിനൊപ്പം തന്നെ അദാനിക്കെതിരെ ഒരു പരാതിയുമില്ല, അദാനിയെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു എന്ന് പ്രഖ്യാപിച്ച രാജ്യം കൂടിയാണ് ജപ്പാൻ. ഇതോടെ കേസ് വന്ന് അടിപതറിയ അദാനിയുടെ ഓഹരികൾ തിരിച്ചുവരവിന്റെ പാതയിലാണുള്ളത്. അദാനി ഗ്രൂപ്പിന് പിന്തുണ അറിയിച്ചുകൊണ്ട് മുൻനിര ജപ്പാനീസ് ബാങ്കുകളും രംഗത്ത് വന്ന പശ്ചാത്തലത്തിൽ അദാനി കമ്പനികളുടെ ഓഹരികൾ ഇന്നു നടത്തുന്നത് മികച്ച മുന്നേറ്റം തന്നെയാണ്. അദാനി ഗ്രീൻ എനർജി 16% കുതിച്ചുയർന്നപ്പോൾ അദാനി എനർജി സൊല്യൂഷൻസ് മുന്നേറിയത് 12%. അദാനി ടോട്ടൽ ഗ്യാസ്, അംബുജ സിമന്റ്, NDTV എന്നിവ 2%-ലധികം നേട്ടത്തിൽ വ്യാപാരം ചെയ്യുന്നുമുണ്ട്. സാങ്കി ഇൻഡസ്ട്രീസ് 0.26% നഷ്ടത്തിലാണെന്നൊഴിച്ചാൽ മറ്റെല്ലാ അദാനി ഗ്രൂപ്പ് ഓഹരികളും ഇന്ന് വമ്പൻ കുതിച്ചുവരവാണ് നടത്തിയിട്ടുള്ളത്. തുടർച്ചയായ 3-ാം ദിനമാണ് അദാനി ഗ്രൂപ്പ് ഓഹരികളിൽ നേട്ടത്തിലെത്തുന്നത് എന്ന പ്രത്യേകതയും ഇവിടെയുണ്ട്. അദാനി ഗ്രൂപ്പ് മേധാവ് ഗൗതം അദാനി ഉൾപ്പെടെ ഗ്രൂപ്പിലെ ഉന്നതർക്കെതിരെ US തൊടുത്തുവിട്ട കൈക്കൂലി കുറ്റപത്രം അത്ര ഗൗരവതരമല്ലെന്ന് വ്യക്തമാക്കി ഇസ്രയേലും അബുദാബി ആസ്ഥാനമായ നിക്ഷേപ സ്ഥാപനം അബുദാബി IHCയും
അതായത് ഇന്റർനാഷണൽ ഹോൾഡിംഗ് കമ്പനിയും പിന്തുണ അറിയിച്ചത് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇസ്രയേലിൽ അദാനി ഗ്രൂപ്പിൽ നിന്ന് കൂടുതൽ നിക്ഷേപം പ്രതീക്ഷിക്കുന്നുവെന്നും ഇസ്രയേൽ അംബാസിഡർ റൂവർ അസർ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് അദാനിയുടെ ഈ തിരിച്ചുവരവിനെ നമ്മൾ നോക്കിക്കാണേണ്ടത്. എന്താണ് അദാനിക്കെതിരെ വന്ന കേസ് എന്നാണ് ഇനി പറയുന്നത്. യുഎസിലെ നിക്ഷേപകരെ കബളിപ്പിച്ചുവെന്നും ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയെന്നുമാണ് യുഎസ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷന്റെ കുറ്റാരോപണം. അദാനി, അദ്ദേഹത്തിന്റെ അനന്തരവനായ സാഗർ അദാനി, അദാനി ഗ്രീൻ എനർജിയുടെ എക്സിക്യൂട്ടീവുകൾ, അസുർ പവർ ഗ്ലോബൽ ലിമിറ്റഡിന്റെ എക്സിക്യൂട്ടീവായ സിറിൽ കാബനീസ് എന്നിവർക്കെതിരെയും തട്ടിപ്പിനും ഗൂഢാലോചനയ്ക്കും വഞ്ചനയ്ക്കുമാണ് കുറ്റം ചുമത്തിയിട്ടുള്ളത്. മൾട്ടി ബില്യൺ ഡോളർ പദ്ധതികൾ വാഗ്ദാനം ചെയ്ത് വ്യാജവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ പ്രസ്താവനകൾ നടത്തി യുഎസ് നിക്ഷേപകരെയും ആഗോള ധനകാര്യ സ്ഥാപനങ്ങളെയും കബളിപ്പിച്ചതായിട്ടാണ് ആരോപണം. $265 മില്യൺ, അതായത് 2237 കോടി രൂപ കൈക്കൂലി നൽകിയതായി കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. 20 വർഷത്തിനുള്ളിൽ ഈ കരാറുകളിൽ നിന്ന് $200 കോടി ലാഭമുണ്ടാക്കാനാണ് ലക്ഷ്യമിട്ടത്. അദാനിയെ പരാമർശിക്കുമ്പോൾ ന്യൂമറയോണോ, ദി ബിഗ് മാൻ തുടങ്ങിയ കോഡുകളാണ് ഉപയോഗിച്ചിരുന്നതെന്നും പ്രോസിക്യൂട്ടർമാർ ആരോപിക്കുന്നുണ്ട്. അദാനി ഗ്രീൻ എനർജിക്കായി $3 ബില്യൺ വായ്പയെടുക്കാൻ ഗൗതം അദാനി, സാഗർ അദാനി, വിനീത് ജെയിൻ എന്നിവർ വായ്പക്കാരിൽ നിന്നും നിക്ഷേപകരിൽ നിന്നും കൈക്കൂലിക്കാര്യം മറച്ചുവെച്ചതായി കുറ്റപത്രത്തിൽ പറയുന്നു. വിദേശ വ്യാപാര ഇടപാടുകളിലെ കൈക്കൂലിക്കെതിരായ ഫോറിൻ കറപ്റ്റ് പ്രൊജക്ടീസ് ആക്ടിന്റെ കീഴിലാണ് ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. അദാനി ഗ്രീൻ ഡയറക്ടർമാർക്കെതിരെ യുഎസ് ജസ്റ്റിസ് വകുപ്പും യുഎസ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷനും ഉന്നയിച്ച ആരോപണങ്ങൾ തീർത്തും അടിസ്ഥാനരഹിതമാണെന്നാണ് അദാനി ഗ്രൂപ്പിന്റെ പ്രതികരണം. യുഎസ് ജസ്റ്റിസ് വകുപ്പ് തന്നെ പറഞ്ഞതുപോലെ ആരോപണങ്ങൾ തെളിയിക്കപ്പെടും വരെ ആരോപണ വിധേയരെ കുറ്റക്കാരായി കണക്കാക്കാനാവില്ല. ഭരണത്തിൽ സാധ്യമായ ഉന്നത നിലവാരവും സുതാര്യതയും ഞങ്ങൾ കാത്തുസൂക്ഷിക്കാറുണ്ടെന്നും അദാനി ഗ്രൂപ്പ് പ്രസ്താവനയിൽ പറഞ്ഞു കഴിഞ്ഞു. അദാനി ഗ്രൂപ്പിന് നേരെയുള്ള ഓരോ ആക്രമണവും തങ്ങളെ കൂടുതൽ കരുത്തരാക്കുന്നുവെന്നാണ് ഗൗതം അദാനിയുടെ വാക്കുകൾ. ജയ്പൂരിൽ 51ാമത് ജയ്മാൻ ജ്വല്ലറി പുരസ്കാര വിതരണ ചടങ്ങിൽ സംസാരിക്കാനെത്തിയിരുന്ന അദ്ദേഹമാണ് ഇങ്ങനെ പറഞ്ഞത്. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ അദാനി ഗ്രീൻ എനർജിക്കെതിരെ യുഎസിൽ നിന്നും ഒരു കൂട്ടം ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ഇതാദ്യമായിട്ടല്ല ഞങ്ങൾ അത്തരം വെല്ലുവിളികൾ നേരിടുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഓരോ ആക്രമണവും ഞങ്ങളെ കരുത്തരാക്കുന്നു എന്നാണ്. ഇത് കൂടുതൽ ഉറപ്പുള്ള അദാനി ഗ്രൂപ്പിലേക്കുള്ള ചുവടുവയ്പ്പാണ്, അദാനി പറഞ്ഞു നിർത്തുന്നു. സ്ഥാപിത താൽപര്യപ്രകാരമുള്ള റിപ്പോർട്ടിംഗ് ധാരാളം വന്നെങ്കിലും അദാനി ഗ്രൂപ്പിലെ ആർക്കെതിരെയും വിദേശ അഴിമതി പ്രവർത്തന നിയമപ്രകാരം കുറ്റം ചുമത്തിയിട്ടില്ല. ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ആരും ഒരു തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനമോ ഗൂഢാലോചനയോ നടത്തിയിട്ടുമില്ല. എന്നിരുന്നാലും ഇന്നത്തെ ലോകത്ത് വസ്തുതയേക്കാൾ പ്രതിലോമ വാർത്തകളാണ് വേഗത്തിൽ പരക്കുന്നത്. ഞങ്ങൾ നിയമവഴിയിലൂടെ മുന്നോട്ടു പോകുമ്പോൾ ലോക നിലവാരമുള്ള നിയമപാലനത്തിനോടുള്ള പ്രതിജ്ഞാബദ്ധത ആവർത്തിച്ചു വ്യക്തമാക്കുന്നു, ഗൗതം അദാനി പറയുന്നു. ഇത്തരം വെല്ലുവിളികൾ തങ്ങളെ തകർത്തിട്ടില്ലെന്നും മറിച്ച് അത് ഞങ്ങളെ നിർവചിക്കുകയാണ് ഉണ്ടായതെന്നും അദാനി പറഞ്ഞു. 2023 ജനുവരിയിൽ അമേരിക്ക കേന്ദ്രമായുള്ള ഷോർട്ട് സെല്ലർ സ്ഥാപനം ഹിൻഡൻബർഗ് റിസർച്ച് ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചാണ് സംസാരിച്ചത്. തങ്ങളുടെ സാമ്പത്തിക സുസ്ഥിരതയെ ലക്ഷ്യമിടുകയും രാഷ്ട്രീയ വിവാദത്തിലേക്ക് നയിക്കുകയും ചെയ്ത ആരോപണങ്ങൾ സ്ഥാപിത താൽപര്യമുള്ള മാധ്യമങ്ങൾ പെരുപ്പിച്ച് കാട്ടുകയായിരുന്നു. ആ കടുത്ത പ്രതിസന്ധിയിലും ഞങ്ങളുടെ അടിസ്ഥാന തത്വങ്ങളും മുറുകെ പിടിക്കുകയായിരുന്നുവെന്നും അദാനി പറയുന്നു. സ്വദേശത്തോ വിദേശത്തോ ഉള്ള ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയും അദാനി ഗ്രൂപ്പിനെ തരം താഴ്ത്തിയിട്ടില്ല. ഒടുവിൽ തങ്ങളുടെ സമീപനത്തെ സുപ്രീം കോടതി തന്നെ ശരിവെച്ചുവെന്നും ഗൗതം അദാനി അവകാശപ്പെടുന്നു. എന്തായാലും അദാനിയുടെ വാക്കുകൾ നമ്മളോട് പറയുന്നത് അദ്ദേഹം ഇപ്പോഴും ആത്മവിശ്വാസത്തിലാണ് എന്നതാണ്. വർഷങ്ങളുടെ കരുത്തും അനുഭവശേഷിയുമുള്ള അദ്ദേഹത്തെ അത്ര പെട്ടെന്നൊന്നും യുഎസിന് എതിർക്കാനാകില്ല. ഇത്തരത്തിൽ എത്രയോ നിയമക്കുരുക്കളിലൂടെ വളർന്നു വന്നവനാണ് അദാനി. ഈ വിഷയത്തിലെ പുതിയ അപ്ഡേറ്റ്സ് എന്തായാലും അറിയിക്കാം. ഒപ്പം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.